Hi friends, Azhichupaniയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു PPK ക്രിയേറ്റീവ്. PPK ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. പുള്ളിയാണ് ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് പ്രചോദനമായത്. പുള്ളിയുടെ ഒരൊറ്റ റെസ്പോൺസ് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. അപ്പം യൂട്യൂബും ഇത് തന്നെയാണ് കേസ്. യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം ഇതാണ്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വേറെ ആൾക്കാർ പറഞ്ഞുതരും, നമുക്കതിൽ നിന്ന് പഠിക്കാം. അപ്പം ഞാൻ കൂടുതൽ ബ്ലാ 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 അടിക്കുന്നില്ല, നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. പരിപാടിയിലേക്ക് കിടക്കണമെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഒന്ന് ആദ്യം തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇതുവരെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ മിക്കവാറും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും, അതേമാതിരി ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഡെക്സ് നമ്മൾ പോകാൻ പോകുന്നത് ഫ്യൂസസ് 961 ഇൻസ്ട്രുമെന്റ് പാനൽ ഫ്യൂസ്, മെമ്മറി ഫ്യൂസ്, മൾട്ടി ഫ്യൂസ്, ഫ്യൂസ് റിലേ, ഗേജസ്, ഗ്ലവ് ബോക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂസസിലേക്ക് പോകാം. ഫ്യൂസസ് 965. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഐറ്റം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ നമ്മൾ ഫ്യൂസ് വരാനായിട്ട് നോസ് പ്ലെയർ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനൊരു ടൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞത് ഇതെനിക്ക് ആദ്യത്തെ അറിവാണ്. അപ്പോൾ എന്താണ് എന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ എൻ്റെ യൂസർ മാനുവലിൽ കണ്ടിട്ടുണ്ട്. ചെക്ക് ദ റിമൂവ്ഡ് ഫ്യൂസ്, റീപ്ലേസ് ഇറ്റ് വിത്ത് ബ്ലോൺ, റീപ്ലേസ് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് ബ്ലോൺ. ടു റിമൂവ് or insert the fuse, use the fuse puller in the engine compartment fuse panel. നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഫ്യൂസ് പാനൽ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കേസിനെ കുറിച്ച്. ഇപ്പോൾ നമ്മുടെ ഇത് ഗ്യാസോലിൻ എന്ന് പറഞ്ഞ പെട്രോളാണ്, ഇത് ഡീസലാണ്. ഡീസലിൽ അവർ പറയുന്നുണ്ട് ഇവിടെ ഒരു ഫ്യൂസ് സ്പീക്കർ ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നേരത്തെ കാണിച്ച മാതിരി തന്നെ ഇതാണ് നമ്മുടെ എൻജിൻ ബേയിലുള്ള ഫ്യൂസ് ബോക്സ്. ഫ്യൂസ് ബോക്സിൻ്റെ വലതുവശത്തായിട്ട് ഫ്യൂസ് പുള്ളർ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഫ്യൂസ് പുള്ളറൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഗൈസ്, പലരും പറയണ്ടായി ഇത് ഒരു ഫ്യൂസ് റിമൂവർ സാധനമെന്ന് പറയുന്നുണ്ടായി, ടൂളാന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതുമല്ല കേട്ടോ, ഇത് ഫ്യൂസ് റിമൂവർ ടൂളല്ല. ഇത് ആക്ച്വലി എന്തോ ഒരു സെൻട്രൽ ഇതാണ് എന്ന് വെച്ചാൽ നോക്കിയിട്ടില്ല. ഈ സാധനം ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ക്യാബിൻ ലൈറ്റ്സും അതും ഇതൊക്കെ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂസ് റിമൂവൽ ടൂളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഒന്ന് ഊരി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, എല്ലാവരും പറഞ്ഞത് ഇതാണ് ഫ്യൂസ് കോൺട്രാപ്ഷൻ എന്ന് പറഞ്ഞ് നടുക്കിരിക്കുന്ന സാധനം. ഫ്യൂസ് കോൺട്രാപ്ഷൻ, അതായത് ഫ്യൂസ് പുള്ളർ ടൂളൊക്കെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് 2 ഫ്യൂസ് വെച്ചിട്ട് അത് ഒന്നിച്ച് കണക്റ്റ് ആവാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ട, ഇവിടെ ഒരു 10 ആമ്പിയറിൻ്റെ ഫ്യൂസും ഉണ്ട്, ഇവിടെ ഒരു 20 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഉണ്ട്. കാണാൻ പറ്റുന്നില്ല, ഒരേ കളറാണ്, മഞ്ഞ ഒരേ കളറാണ്. കണ്ട, 20ഉം 10ഉം 10 ആണോ 15 ആണോ എന്ന് പറഞ്ഞത് കണ്ടോ. അപ്പോൾ ഇത് ഫ്യൂസ് പുള്ളർ ടൂളല്ല. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ഉള്ളിലുള്ള ഫ്യൂസ് ബോക്സും പുറത്ത് ബാറ്ററിയുടെ അടുത്തുള്ള ഫ്യൂസ് ബോക്സും ഒക്കെ ഊരി നോക്കി. അപ്പം ഈ കാണുന്ന സർക്യൂട്ട് ഡയഗ്രാം അല്ല, ഈ കാണുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ബോക്സിൽ ഇതിവിടെ ഒരു ടൂൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ടൂൾ നമ്മുടെ ഫ്യൂസ് ബോക്സിൽ കണ്ടില്ല. ഇത് എൻജിൻ കമ്പാർട്ട്മെൻറ്റിലെ ഫ്യൂസ് ബോക്സിൻ്റെ അകത്താണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു ടൂൾ നമ്മുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ കണ്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യുണ്ടായി കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ചോദിച്ചു, ഇതെന്താണ് സംഭവം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവം എൻ്റെ വണ്ടിയിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറഞ്ഞു.
എല്ലാ വണ്ടികളിലും ആ സാധനം ഇല്ല സാറെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ആ ടൂള് നിങ്ങളെ കാണിച്ചിടാമെന്ന് വിചാരിച്ചാണ് ഇപ്രാവശ്യം വന്നത്. പക്ഷേ അങ്ങനെ ഒരു ടൂൾ എല്ലാ വണ്ടികൾക്കും ഇല്ല എന്നാണ് ഇപ്പോൾ ഹ്യുണ്ടായി പറയണത്. അപ്പം ഇതാണ്. അപ്പം ഈ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ ഡ്രൈവർ സൈഡ് നേരത്തെ കാണിച്ചെന്ന സാധനം അത് ഫ്യൂസ് പിക്കറാന്ന് പറഞ്ഞാൽ ആരും ഉരല്ലേ, അത് 2 ഫ്യൂസും കൂടെ ജോയിൻ ചെയ്ത് ഒന്നിച്ച് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കോൺട്രാപ്ഷനാണ്. അത് ആരും അഴിച്ച് കളയല്ല കേട്ടോ. അപ്പം ഇത്രയായിരുന്നു കാര്യം. അപ്പോൾ ഈ ഒരു സംഭവം വഴിയിൽ നിന്ന് മാറി. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ശരി തന്നെയായിട്ട് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലും അങ്ങനൊരു ഫ്യൂസ് സ്പീക്കർ ടൂൾ ഇല്ല എന്നാണ് ഹ്യുണ്ടായി തന്നെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേമാതിരി തന്നെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.